പിടി. താങ്ക് യു. അടിപൊളിയാണല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനൊന്ന് ആലോചിച്ചപ്പോഴേ ഞാനിപ്പോ അങ്ങോട്ട് മേടിക്കാൻ പോയപ്പോഴേ കാര്യമല്ലോ, അവിടെ ഫുൾ ജാറിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഈ പരിപാടി തുടങ്ങിയാലോ? ഏത് പരിപാടി? അല്ല, ഈ ഉപ്പിലിട്ടൊക്കെ വെക്കുന്ന പരിപാടി. വീട്ടില് കൊറേ സ്റ്റീലിന്റെയും ഇതിന്റെ ഒക്കെ ഇഷ്ടം പോലെ പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട്. ഏത് സാധനം വെച്ചിട്ട്? സ്റ്റീലിന്റെയും അയോണ്ടയും പരിപാടിയൊക്കെ. അതൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്ത് തുടങ്ങിയാൽ മതി. അപ്പൊ നമ്മളൊരു കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 1 ലക്ഷം ആൾക്കാരെങ്കിലും ഒരു മാസം വരും. 10 രൂപ വെച്ചിട്ട് ഒരു സാധനം കാൽക്കുലേറ്റ് ചെയ്ത് 1 ലക്ഷം വന്നെങ്കിൽ 10 ലക്ഷം വരും. 10 ലക്ഷം 5 ലക്ഷം രൂപ ചെലവര് പോട്ടെ, ഞാൻ എഴുതി തണ്ടി. ഇപ്പോഴും 5 ലക്ഷം ലാഭം. ഫിക്സ് പരിപാടി ഫിക്സ്. എന്തൊരു ദിവസം നമുക്ക് ഈ ബുദ്ധി നേരത്തെ വന്നു. എടാ പൊട്ട, ആരെങ്കിലും സ്റ്റീല് ഇരുമ്പിന്റെ പാത്രം വെച്ചിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങും, ഉപ്പിന്റെ പരിപാടിക്ക് ഇറങ്ങും, ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്കൊക്കെ. ഇതിന് പിന്നിൽ സയൻസ് ഉണ്ട്. ഇങ്ങനെ കണ്ട പാത്രത്തിലൊന്നും ഇങ്ങനെ ഉപ്പിലിട്ടതൊന്നും വെക്കാൻ പറ്റില്ല. എന്തിനാ ഈ ചില്ല് ഗ്ലാസ്സിൽ മാത്രം അവര് വെക്കുന്ന ഈ ഉപ്പിലിട്ട സാധനങ്ങള്? ഇതിന് സയൻസ് പഠിക്കണം. അത് മെറ്റല. ഇതിപ്പോ ഈ പറഞ്ഞ സാധനം സ്റ്റീലും ഇരുമ്പൊക്കെ എന്താ? മെറ്റലാ, ലോഹമാണ്. അത് ഇതിൽ എന്തുണ്ട്? ആസിഡ് ഉണ്ട്. നല്ല കാര്യം. ഉപ്പല്ല, ഉപ്പിനകത്ത് എന്തുണ്ട്? അസറ്റിക് ആസിഡ് ഒക്കെ ഉണ്ട് ഈ ഉപ്പിലിട്ട സാധനങ്ങളില്. അത് നമ്മുടെ മെറ്റൽ ഇല്ലേ, നമ്മുടെ ലോഹം ഇല്ലേ, നമ്മളിപ്പോ അയേൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റീൽ ആയിക്കോട്ടെ, അതുമായിട്ട് റിയാക്ട് ചെയ്താൽ മൊത്തം സീനാ മോനെ. എന്താ ഉണ്ടാവുകയെന്നറിയോ? എന്താ ഉണ്ടാവുക? ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും, സോൾട്ടും ഉണ്ടാവും. ലവണം, സോൾട്ട് ഉണ്ടാവും. അത് ഉണ്ടായി കഴിഞ്ഞാൽ സീനാ. പിന്നെ നമ്മളിതൊക്കെ കഴിച്ചു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ മോന് നിൽക്കാൻ പറ്റില്ല. അൺഹെൽത്തി ആവും, പ്രശ്നമാവും. സോ മെറ്റൽ എന്ത് ചെയ്യരുത്? മെറ്റൽ ആസിഡ് ആയിട്ട് ഒരിക്കലും റിയാക്ട് ചെയ്യിപ്പിക്കരുത്, പ്രശ്നമാ. അതുകൊണ്ടാ ചില്ല് ഗ്ലാസ്സിൽ വെക്കുന്നേ. ഒന്നും അറിയില്ല. പിന്നെ അത് വേണ്ടല്ലേ? വേണ്ട, വേറെ വല്ല പരിപാടിയായിട്ട് സെറ്റ് ചെയ്യാം. അതാ നല്ലൊരു തീരുമാനം. കാറ്റാടി വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടിട്ടില്ലേ? നമുക്കത് പുള്ളിയോട് സംസാരിച്ചിട്ട് ബിസിനസ് സാമ്രാജ്യം സെറ്റ് ചെയ്താലോ? നീ ഒന്ന് പിന്നെ പറയാ, വാ ഇങ്ങോട്ട്. ചോദിച്ചിട്ട് പോവാന്ന്.